ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫൈനലി നമ്മളൊരു Q&A ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 25K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് Q&A ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ കുറേ അധികം കമൻസ് തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ രണ്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു Q&A ആയിട്ട് ചെയ്യാം. ഇപ്പോൾ അതല്ലാത്ത നോർമലി നിങ്ങളെപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിന് മുന്നേ പറയാനുള്ളൊരു കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങളും പിന്നെ കാണിക്കുന്ന വീഡിയോയും തമ്മിലൊരു ബന്ധവും ഉണ്ടാവില്ല. അത് വെറുതെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം പേരും സ്ഥലവും അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പം റിപ്പീറ്റ് ഇങ്ങനെ ഓരോന്നും പറയണ്ടല്ലോ. എൻ്റെ പേര് ഹസ്ന സാജിദ് എന്നാണ്. വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ്. ഇനി ഓരോന്നിനായിട്ട് ആൻസർ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ പേര് മെൻഷൻ ചെയ്യണില്ല കേട്ടോ, കാരണം അത് കുറച്ച് സമയമെടുക്കും. പിന്നെ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ ഒരാളെ കമൻറ്റല്ലേ നമ്മൾ വായിക്കുള്ളൂ. അപ്പോൾ അത് വേറെ ഒരാൾക്ക് ഇനിയിപ്പോൾ ഫീൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെയും പേര് വായിക്കണില്ല. അബൌട്ട് യുവർ ഫാമിലി എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ ഞാനാണ് കേട്ടോ വലിയ കുട്ടി. എൻ്റെ താഴെ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ഓൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. കാലിക്കറ്റ് പ്രൊവിഡൻസിലാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെ ഉള്ളത് 2 ബ്രദേഴ്സാണ്. വലിയ ആൾ +1 പഠിക്കുന്നത്. പിന്നെ ചെറുത് LKGയിലാണ്. അപ്പോൾ ഞങ്ങൾ 4 മക്കളാണുള്ളത്. പിന്നെ ഉമ്മ അപ്പ ഇത്രയും പേരാണ്. പിന്നെ ഫേസ് റിവീൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും കുറേ പേര് ചോദിച്ചതാണ്. അപ്പോൾ ഫേസ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എനിക്ക് അത് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻസ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഫേസിന് വലിയൊരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് പഠിക്കുകയാണോ, എന്താണ് പഠിച്ചിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പഠിക്കണില്ല കേട്ടോ. എൻ്റെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോളിടെക്നിക്കിൻ്റെ അണ്ടറിലുള്ള FTGT കോഴ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. 2 വർഷത്തെ കോഴ്സാണ്. ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി, അതാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ ഒരു കോഴ്സാണ് ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ടെറ്റ് എക്സാം എഴുതിയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടീച്ചിങ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എവിടെയും കൊടുത്തിട്ടില്ല. വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ബിസിനസ്സായിട്ട് തന്നെ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഹൗ ടു എഡിറ്റ് യുവർ വീഡിയോ ആൻഡ് ഹൗ ടു ബി ഐസ്തെറ്റിക് എന്നാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ഇൻ ഷോർട്ടിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഹൗ ഡു യു ഷൂട്ട് ദ വ്ളോഗ്, ഐ മീൻ ദ സെറ്റപ്പ്, ക്യാൻ യു ഡു ദ ബിഹൈൻഡ് സീൻസ് എന്നാണ്. ഞാൻ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാത്തതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസണ്, ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഡിവൈസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറെ ഫോണോ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത് എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ കാണിച്ച് തരുമോ എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അത് ഇൻഷാ അല്ലാ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്റ്റുഡിയോ വ്ളോഗ് പോലെ ഞാൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന് 3 ഇയർ കൊണ്ട് 25K, കൺഗ്രാറ്റ്സ്, താങ്ക് യു. ബിഗിനേഴ്സിന് എന്തെങ്കിലും മോട്ടിവേഷൻ തരുമോ എന്നാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 3 ഇയർ കൊണ്ട് 25K എന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. കാരണം 1K ആവാൻ എനിക്ക് 1 ഇയറിൻ്റെ മുകൾക്ക് സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ 1K കംപ്ലീറ്റ് ആക്കിയത് തന്നെ. എല്ലാവർക്കും അങ്ങനെയല്ല. ചിലവരൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ 1K കംപ്ലീറ്റ് ആവുന്നുണ്ട്. 1 ഇയർ കൊണ്ട് തന്നെ 50K സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം എടുത്തു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് കാത്തിരുന്ന് കിട്ടുന്നതിന് ഒരു വാല്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു 1K കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ഈ ഒരു 25K സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് തന്നെയാണ്. ആദ്യമൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തീരെ വ്യൂസും ഇല്ലായിരുന്നു, അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ടും ഒരു ദിവസം 3 വീഡിയോസ് വരെയൊക്കെ ചില ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും എനിക്ക് ചാനലൊന്ന് റീച്ചായി കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് 3 വീഡിയോസ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ 3 വീഡിയോ വരെ ആദ്യമൊക്കെ ട്യൂട്ടോറിയൽസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അന്ന് ചെയ്തിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അന്ന് ഒരു വീഡിയോക്ക് 10, 9, 7 അത്ര വ്യൂസേ കിട്ടുള്ളായിരുന്നു. എന്നിട്ടും ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കുറേ സമയവും എഫേർട്ട് എടുത്തിട്ട് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിന് ഭയങ്കര വ്യൂസ് കുറവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് വിചാരിച്ചൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കാത്ത പോലെയാണ്. നമുക്ക് പോലും നമ്മളിലൊരു ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മളത് നിർത്തി പോണത്. ഒരു 6 മാസമൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇനി എന്തായാലും എനിക്ക് വ്യൂസും ഒന്നും ആവില്ല, എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് ചാനലിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അങ്ങനെ നമുക്ക് വിചാരിച്ച ഒരു സക്സസ് കിട്ടൂല എന്ന് കരുതി സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് തുടങ്ങിയതിന് ഒരു അർത്ഥമില്ലല്ലോ. ഒരു കാര്യം മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി, വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണത്. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യണത്. അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം വേണ്ടി വരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുള്ളൊരു സമയം പോലും നമ്മൾ കൊടുക്കാതെ അതിൻ്റെ ഇടയിൽ വെച്ച് നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ആ ഒരു വിജയം നമ്മൾ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോണ പോലെയല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് പാഷനോട് കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടി നോക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊന്നും ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് വായിക്കുന്നത് പോലും ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ഹലോ, ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്, ഏതുവരെ പഠിച്ചത്, പിന്നെ വീൽ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യണേ, വീഡിയോസൊക്കെ കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഒരു 3 വർഷമൊക്കെ ആയിട്ടാണ്. അതിന് മുന്നേ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ പേപ്പർ, നമ്മൾ ഒറിഗാമി പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ അത്, പിന്നെ പേപ്പറിൽ ചിത്രം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, ഓരോ ഷേപ്പ് ഉണ്ടാക്കുക, ഡോളിൻ്റെയൊക്കെ പിക്ചർ വരച്ചിട്ട് കട്ട് ചെയ്യുക, അതിനുള്ള ഡ്രസ്സ് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പണ്ടേ ചെറുപ്പം തൊട്ടേ ഞാൻ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണിത്. പെയിൻറ്റിങ്ങും കളറിങ്ങും ഒന്നല്ല, അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ പേപ്പറിൽ എന്തെങ്കിലും വരച്ചിട്ട് കട്ട് ചെയ്യലും അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലും അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ആദ്യം തൊട്ടേ ഇഷ്ടമുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് ഒരു 3 വർഷമായിട്ടാണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ഈ ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും ഹാപ്പി ആയത് എപ്പോഴാണ്, ഒരു ഡേ എത്ര വർക്ക് വരെ കിട്ടും, റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ബിഗ് ഫാൻ ഓഫ് യു, സ്ട്രോങ്. താങ്ക് യു സോ മച്ച്. ഈ ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും ഹാപ്പി ആയത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേ പ്രാവശ്യം ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പം അവർ പറയുന്ന വാക്കുകളും അവർ അയച്ചു തരുന്ന വീഡിയോസ് തന്നെയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബേബീസിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പം അവരെ അത് കിട്ടുമ്പോഴുള്ള എക്സ്പ്രഷനും റിയാക്ഷനൊക്കെ കാണുമ്പം ഞാൻ നല്ല ഹാപ്പി ആവലുണ്ട്. പിന്നെ യൂട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ കമൻസും അത് അത്രയും എന്നെ ഹാപ്പി ആക്കുന്ന കാര്യമാണ്. ഓരോ കമൻസ് വായിക്കുമ്പോഴും ഞാൻ അത്രയും മോട്ടിവേറ്റ് ആവലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുന്നതും. പിന്നെ എന്നെ ഇൻസ്പയർ ആയിട്ട് പേജ് സ്റ്റാർട്ട് ചെയ്തു, ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യലുണ്ട്. അതും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനൊക്കെ പുറമെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ഏണിങ്സ് ആണ്. അത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാനും അതിനൊക്കെ യൂസ് ചെയ്യുമ്പം അതും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ഒരു ഡേ എത്ര വർക്ക് വരെ കിട്ടും എന്നാണ്. അങ്ങനെ എനിക്ക് ഡെയിലി വർക്കൊന്നും ഉണ്ടാവലില്ല. ഞാൻ ഇപ്പം വീഡിയോയിലൊക്കെ കാണിക്കുമ്പം ഒരു ദിവസം തന്നെ കുറേ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കാണിക്കലുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരാഴ്ചത്തെ 2 ആഴ്ചത്തേക്ക് ഓർഡർ അങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പം ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് വർക്കാവും. അതല്ലാതെ ഡെയിലി ഓരോ വർക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ക്യാൻ യു ഡു ജേർണി ഓഫ് യുവർ ബിസിനസ് പ്ലീസ്, വി ക്യാൻ ഇൻസ്പയർ ദാറ്റ്. ഇൻഷാല്ല എന്തായാലും എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ജേർണി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു നല്ല വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോ എഡിറ്റിംഗ് മെത്തേഡ് പറഞ്ഞു തരാമോ, ആർട്ട് ഗോസിപ്സിൻ്റെ ഓണറെ കാണാൻ ആഗ്രഹമുണ്ട്. ഓണറെ കാണുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് നേടിയെടുക്കണം എന്ന് കരുതിയ ഒരു ആഗ്രഹം എന്തായിരുന്നു, അത് നേടിയെടുക്കാൻ കഴിഞ്ഞോ എന്നാണ്. മെയിനായിട്ടും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിൽ വന്നപ്പം.
അത് ഇപ്പോൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല. വൺസ് ഞാനത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ ഇത്ത, എനിക്ക് നിങ്ങളെ വീഡിയോസ് എല്ലാം ഒരുപാട് ഇഷ്ടം. നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അള്ളാ. ഞാനും ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്നുണ്ട് 2 years ആയിട്ട്. നിങ്ങൾ ഈ ഫീൽഡിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എന്താണ് പഠിച്ചത് ആഫ്റ്റർ +2? ഈ ഫീൽഡിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഉണ്ടായ ഹാപ്പിനെസ് ഷെയർ ആക്കുമെന്ന്. ഓരോന്നായിട്ട് പറയാം. ഈ ഫീൽഡിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന്. ഞാൻ ഫസ്റ്റായിട്ട് സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് വെറുതെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു. അപ്പം ഈ ചാനലും ഇൻസ്റ്റാ പേജൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫോട്ടോസൊന്നും വെക്കാതെ വെറുതെ നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സും ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് വലുതാണ് കേട്ടോ ഉണ്ടാക്കിയത്. എല്ലാ എക്സ്പ്ലോഷൻ ബോക്സിൻ്റെയും ഒരു മിക്സ്ഡ് വേർഷൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കാരണം അത്രയും കാർഡ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വലുത് ഒന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം എക്സ്പ്ലോഷൻ ബോക്സ് അന്ന് അധികം ആർക്കും അങ്ങനെ പരിചയമില്ലല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പ്ലോഡ് ആവണതും ഓരോ കാർഡ്സ് തുറക്കണതും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും തോന്നി. അപ്പം എന്നോടിങ്ങനെ എനിക്കിങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ആരും ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങുമൊന്നുമില്ല. ഇപ്പോഴല്ലേ കൂടുതൽ എല്ലാവരും ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. അന്നൊന്നും ഇത്രയ്ക്കില്ലേന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊന്നും ഞാൻ പിന്നെ ആലോചിച്ചില്ല. പിന്നെ വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കി. അത് കുറച്ചും കൂടെ ഒരു കളർ തീമൊക്കെ സെലക്ട് ചെയ്ത് റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോയിൽ കുറച്ചും കൂടെ ഒരു നല്ല നീറ്റായിട്ട് ചെയ്തു. അത് എന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ വെറുതെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് നമ്മൾ അറിയുന്ന ആളെന്നെ വീട്ടിൽ വന്ന സമയത്ത് ഒരു ഓർഡർ തന്നു ഫോട്ടോസൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നും ഇൻസ്റ്റയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് അത് കണ്ടങ്ങനെ ഓർഡർ വന്നിട്ട് ഞാനത് ചെയ്തു കൊടുത്തു. എവിടുന്നാ പ്രിൻ്റ് എടുക്കാൻ ഒന്നും അറിയില്ലായിരുന്നു. അതൊക്കെ തപ്പി തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തു. അത് ചെയ്തു കൊടുത്ത സമയത്ത് അത് ഇഷ്ടമായിട്ട് ഒരു ആൽബം കൂടെ ചെയ്തു തരുമെന്ന് ചോദിച്ചു. അത് കൊടുത്ത ആളെ റിലേറ്റീവ്സിന് ആർക്കോ. അപ്പോൾ അതും ചെയ്തു കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഇതിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ തുടങ്ങാം, സെയിൽ ചെയ്യാമെന്നൊക്കെ ഉള്ള ആ ഒരു ഇതിൽ വന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ എന്താണ് പഠിച്ചത് ആഫ്റ്റർ +2? ഞാൻ പറഞ്ഞല്ലോ, ഈ ഫീൽഡിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? എനിക്കിതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഓരോ വർക്കാണെങ്കിലും ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്കെൻ്റെ ട്രിമ്മറിൻ്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ തന്നെ എന്തോ കുറവുള്ള പോലെയാണ്. പിന്നെ ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഉണ്ടായ ഹാപ്പിനെസ് ഷെയർ ആക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ കിട്ടിയത് എന്നുള്ളത്. നല്ല ഹാപ്പി തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ കുറച്ച് ടെൻഷൻ ചെയ്യുന്നു. കാരണം ഇതിനെങ്ങനെ പ്രൈസ് പറയാം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഫേസ് കെയർ ആൻഡ് ഹെയർ കെയർ വ്ളോഗ് ചെയ്യുമെന്നാണ്. അതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് ചെയ്യലില്ല കേട്ടോ. ഫേസ് കെയർ ആണെങ്കിലും ഹെയർ കെയർ ഒന്നും തീരെ കെയർ ചെയ്യാത്തതാണ് ഹെയറൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വ്ളോഗായിട്ടൊന്നും ചെയ്യാൻ മാത്രമല്ല. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ടോൾഡ് അബൌട്ട് യുവർ സ്കൂൾ ഓർ കോളേജ് മെമ്മറീസ് എന്നാണ്. അത് എന്തായാലും എല്ലാവർക്കും കുറേ ഉണ്ടാവുമല്ലോ. ഓരോന്നും LPയിൽ വേറെ, UPയിൽ വേറെ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ എല്ലാത്തിലും നമുക്ക് ഇഷ്ടം പോലെ മെമ്മറീസ് ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ മനസ്സിൽ നിൽക്കുന്നത്, ഞങ്ങൾ കോളേജ് ടൈമിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് ഒരു 45 ദിവസം പുറത്തായിരുന്നു റൂം എടുത്ത് നിന്നിട്ടുണ്ടായത്. കാരണം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ പുറത്ത് ഒരു റൂം എടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് നിന്നിരുന്നു. അത് ആ ഒരു 45 days നല്ല അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can you share your Insta page ID? Also a craft room tour. How you arranged your craft supplies? Insta ID ഞാൻ താഴെ കൊടുക്കാം. പിന്നെ റൂം ടൂർ ഞാനിപ്പോൾ മേക്ക് ഓവർ വീഡിയോ ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ചെയ്യാനൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ക്രാഫ്റ്റ് സപ്ലൈസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതും ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുന്നെയാണ്, 1 വർഷം മുന്നേയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ആരെങ്കിലും ഇൻസ്പയർ ആയാണോ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്നാണ്. ആരെയും ഇൻസ്പയർ ആയിട്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കമൻറ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫൊക്കെ പറഞ്ഞ്, ഹോം പറഞ്ഞ്, ഫേസ് റിവീൽ ചെയ്യുന്ന അതൊക്കെ പറഞ്ഞ്. ഇനി മന്ത്ലി ഏകദേശം എത്ര സാലറി കിട്ടും എന്നാണ്. യൂട്യൂബിൽ നിന്നാണെങ്കിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിൽ മന്ത്ലി ഇങ്ങനെ കറക്റ്റ് ഒരു സാലറി പോലെ അല്ലെങ്കിൽ ഒരു ഇത്ര എമൗണ്ട് എല്ലാ മാസവും കിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓരോ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ 100, 200, 300 അങ്ങനെയൊക്കെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ്. പിന്നെ ഹോം ടൂർ വീഡിയോ പ്ലീസ്. ഹോം ടൂർ ഒന്നും അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാൻ മാത്രമല്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്.
പിന്നെ ബ്ലൂപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറേ ബ്ലൂപ്പേഴ്സ് ഉണ്ടാവലുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഫയൽ ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യും. പിന്നെയാണ് ഓർമ്മ വരാം. ഇനി എന്തായാലും ഞാൻ എടുത്തു വെച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. എത്ര വരെ പഠിച്ചു അതും പറഞ്ഞല്ലോ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് പ്ലേസ് ആണ്. പ്ലേസ് പറഞ്ഞല്ലോ. പിന്നെ ഡു യു ലൈവ് വിത്ത് യുവർ പാരൻസ്? ഞാൻ പാരൻസിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ താമസിക്കണേ. പിന്നെ വീഡിയോയിൽ അങ്ങനെ കാണിക്കലില്ല എന്നുള്ളൂ. പിന്നെ ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? പറഞ്ഞല്ലോ, 3 ആൾക്കാരാണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഐ ആം എ ക്രാഫ്റ്റർ. നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യലുണ്ട്. താങ്ക് യു. യു ആർ മൈ റോൾ മോഡൽ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നെയിം, ഫാമിലി, ആർ യു മാരീഡ്, പ്ലേസ്. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് മാരീഡ് ആണോ എന്നുള്ളത്. ഞാൻ മാരീഡ് ആണ്, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് സാജിദ് എന്നാണ്. അവരെ വീട് മലപ്പുറം വണ്ടൂരാണ്. നെക്സ്റ്റ് ദീദി, ഞാൻ കാസർഗോഡാണ്. ഇപ്പോൾ 10th ആണ് പഠിക്കണേ. എൻ്റെ DP കണ്ട ഒരു ക്രാഫ്റ്റർ ആണെന്ന് തോന്നും. സോ അങ്ങനെയാണ്. ദീദി 1 years ആയി ഞാൻ സേവ് ദ ഡേറ്റ്, ഫ്രെയിംസ് എക്സെട്ര അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്ക് ഫാമിലി ആയിട്ടല്ലാതെ ഓർഡേഴ്സ് കിട്ടിയിട്ടില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. എൻ്റെ ഒരു ഡ്രീമാണിത്. 7th തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് സാധിച്ചില്ല. ദീദീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാം പഠിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി. ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് കൂടി. ദീദിയും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ. സോ താങ്ക് യു ദീദി എന്നാണ്. ഇതിൽ പറയണത് ഫാമിലി അല്ലാതെ വേറെ ആരും ഓർഡർ തരുന്നില്ല എന്നാണല്ലോ. ശരിക്കും ഫാമിലി മാത്രമേ നമുക്ക് ഓർഡേഴ്സ് തരുന്നുള്ളൂ. വേറെ ഒരു ഓർഡറും പുറത്തുനിന്നൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് ടെൻഷൻ ആവാതെ ഫാമിലിയിൽ നിന്നെങ്കിലും നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലാത്തത് എന്താണോ അത് ആലോചിക്കുന്നതിനേക്കാളും നല്ലത് നമുക്കിത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ മുന്നോട്ട് പോകാനുള്ളൊരു എനർജി നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് ഓർഡർ കിട്ടുന്നുണ്ട്, ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഫാമിലി, ഫ്രണ്ട്സ് ആരും സപ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ കാണണം. പിന്നെ പുറത്തുനിന്ന് നമുക്ക് ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ എന്തായാലും കുറച്ച് സമയം എടുക്കും. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയി കഴിഞ്ഞാലേ പുറത്തുള്ളവർക്ക് നമ്മളതിലൊരു ട്രസ്റ്റ് വരുള്ളൂ. എന്നാലേ നമുക്ക് അവർ ഓർഡേഴ്സ് തരുള്ളൂ. അപ്പം അത്രയും കാലം നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ മാക്സിമം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാണ്. കാരണം ഞാനും തുടങ്ങിയ സമയത്ത് എനിക്ക് 1-2 വർഷം ആരും അതായത് പുറത്തുനിന്ന് ആരും ഓർഡർ തന്നിട്ടില്ലായിരുന്നു. ചെയ്ത് കൊടുത്തവരത് കണ്ടിട്ട് അങ്ങനെയാണ് വർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയത് ഇതുപോലെ ചെയ്യുന്ന വർക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതിന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിലി സപ്പോർട്ടാണോ? ഫോണ്, തമ്പനെയിൽ എഡിറ്റിംഗ് ആപ്പ്, ട്രൈപോഡ് വെച്ചാണോ ഷൂട്ട് ചെയ്യുന്നത്? ഫാമിലി സപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ല. സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എന്നോട് ചെയ്യേണ്ടെന്നൊന്നും പറയുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ അത് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഇതുവരെ നല്ല സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഷൂട്ട് ചെയ്യുന്ന ഫോണ്, അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡിയോ വ്ളോഗിൽ പറയാം കേട്ടോ. തമ്പനെയിൽ എഡിറ്റിംഗ് ആപ്പ് ഞാൻ പിക്സാർട്ടും ക്യാൻവയും യൂസ് ചെയ്യുന്നുണ്ട്. ട്രൈപോഡ് വെച്ചാണോ ഷൂട്ട് ചെയ്യുന്നത്? അതെ, ട്രൈപോഡ് വെച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻട്രോ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യണേ, ഏത് ആപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷോട്ടിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യലുള്ളത്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഇൻഷോട്ടിലാണ് ചെയ്യലുള്ളത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് സ്റ്റൈൽ ടിപ്സ് എന്നാണ്. ഇതിപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം എന്ന്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏതൊരു ലൈഫ് സ്റ്റൈലിലേക്കും കുറച്ച് നല്ല ഹാബിറ്റ്സ് വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഹാബിറ്റ്സ് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പുതിയൊരു ലൈഫ് സ്റ്റൈലും ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഓർഡർ കിട്ടിയാൽ ഫസ്റ്റ് ക്യാഷ് പേ ചെയ്യാൻ പറയണോ? ഇതെൻ്റെ ഒരു ഡൗട്ടാണ്. ഒരു ഓർഡർ കിട്ടിയാൽ അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയിട്ടേ, ഒരു കുറച്ച് പൈസയെങ്കിലും അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വാൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി എമൗണ്ട് അയച്ചു തരാൻ പറഞ്ഞാൽ മതി. ഇത്താക്കി എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്തത്? അതെനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. വീഡിയോസ് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല കണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഓട്ടോമാറ്റിക് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കും എപ്പോഴും ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഇത്. കാരണം
നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്രയും എനിക്ക് ഇപ്പോഴും തരാൻ പറ്റണില്ല. ഡെയിലി പോയിട്ട് എനിക്ക് ആഴ്ചയിൽ ഇപ്പോൾ 2 വീഡിയോ 3 വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ആലോചിച്ചിട്ട് ഞാൻ കുറേ സ്ട്രെസ് ആവലുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എന്തായാലും മെല്ലെ ഓക്കെ ആക്കി എടുക്കണം. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ട്രൈപോഡ് ഏതാ ഒന്ന് പറയുമോ, വീഡിയോ എങ്ങനെയാണ് ചെയ്യണേ ഒന്ന് കാണിക്കുമോ, വെരി യൂസ്ഫുൾ ആവും. ട്രൈപോഡ് ഞാൻ പുതിയതൊന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഞാനൊരു റിവ്യൂ പോലെ ചെയ്യാം. ഞാൻ മുന്നേ 2 വാങ്ങിയിട്ട് 2 എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് ഇതാണ് കേട്ടോ. അപ്പം പുതിയത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിയതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. പിന്നെ ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്രീം ഇപ്പോൾ പറയുന്നതിനേക്കാളും നല്ലത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നതല്ലേ. എന്തായാലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഫേവറേറ്റ് ഹാബിറ്റ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ക്രാഫ്റ്റ് യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏതൊക്കെ ബിസിനസ് ചെയ്യുന്നു? ഞാൻ ഈ ഒരു ബിസിനസ് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. സ്ക്രഞ്ചീസും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടക്ക്, പക്ഷേ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് ചാനൽ എടുക്കാൻ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, ഉമ്മാക്കും ഉപ്പാക്കും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചാനൽ എടുക്കാൻ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഐഫോൺ കിട്ടിയ സമയത്താണ് കേട്ടോ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഐഫോൺ വാങ്ങി തന്നതും ഹസ്ബൻഡ് തന്നെയാണ്. വേറെ ആർക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ആരും സപ്പോർട്ടും അല്ലായിരുന്നു. ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ വേറെ റീസൺ കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ജേണിയിൽ പറയാം, നമ്മുടെ യൂട്യൂബ് ജേണിയിൽ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് മാത്രമേ സപ്പോർട്ട് ഉള്ളായിരുന്നു. ശരിക്കും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളതും. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാതെ എനിക്കറിയില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രൈപോഡ്സും ബാക്കിയുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി തന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അന്നൊന്നും എനിക്ക് ഏർണിങ്സ് കിട്ടാൻ തുടങ്ങിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. സോ ഞാനിപ്പം ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഇനി ആൻസർ ചെയ്യാൻ ബാക്കിയുള്ളത് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.